യെസ്. ഹായ് മക്കളെ, ഹായ് ഹായ് ഹായ്. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഗണിതമഞ്ജരി ചാപ്റ്റർ 8 പ്രെഡിക്റ്റിംഗ് വാട്ട് കം നെക്സ്റ്റ് എക്സ്പ്ലോറിംഗ് സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻസിന്റെ പാർട്ട് 3 ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് സീക്വൻസ് എന്താണെന്ന് പഠിച്ചു, ആൻഡ് റിക്കേഴ്സീവ് ഫോർമുല പഠിച്ചു, എക്സ്പ്ലിസിറ്റീവ് ഫോർമുല പഠിച്ചു. ദെൻ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലേക്ക് നമ്മളെത്തി. ഇന്ന് നമ്മൾ മൂന്നാമതൊരു പ്രോഗ്രഷൻ, ദാറ്റ് ഈസ് ജിയോമെട്രിക് പ്രോഗ്രഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ടേമിനോടൊപ്പം അടുത്തൊരു ടേം ഇങ്ങനെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകും, റൈറ്റ്? പ്രീവിയസ് ടേമിനോടൊപ്പം ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അടുത്തടുത്ത ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം A2 മൈനസ് A1 എന്ന് പറയുന്നതും A3 മൈനസ് A2 എന്ന് പറയുന്നതും A5 മൈനസ് A4 എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, എത്ര ടേംസ് ഉണ്ടോ അതിൻ്റെയും അടുത്തടുത്ത ടേംസിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും AP-യിൽ. അപ്പോൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്? എ സീക്വൻസ് വിത്ത് എ കോമൺ റേഷ്യോ ഇസ് നോൺ ആസ് ജിയോമെട്രിക് പ്രോഗ്രഷൻ ഓർ GP. ഇവിടെ രണ്ട് ടേംസിൻ്റെ റേഷ്യോ, കോമൺ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി GP. അങ്ങനെയുള്ള GP-യെ പറയുന്ന പേരാണ് എന്താണ്? നമ്മുടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമ്മുടെ ഡിഫറൻസ്, രണ്ട് ടേംസിന്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നു. റേഷ്യോ സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, A2 മൈനസ് A1. A2 മൈനസ് റേഷ്യോ R is equal to A2 by A1. ഓക്കെ, റേഷ്യോ ആണ്. അപ്പോൾ പ്രീവിയസ് ടേം A2 by A1 എന്നോ, ദാറ്റ് ഇസ് അതർവൈസ് നമുക്ക് A3 by A2 എന്ന് എടുക്കാം. ഇൻ ജനറലി നമുക്ക് വേണമെച്ചാൽ എന്ത് പറയാം? AN+1 by AN എന്നോ, റൈറ്റ്? AN+1 by AN എന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, റേഷ്യോ ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദെൻ വി ആർ കോൾഡ് ഇറ്റ് ആസ് GP, ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, നമുക്കിവിടെ സാർ ഒരു മൂന്ന് സ്റ്റേജിൽ 3 സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലൂ സ്ക്വയേഴ്സ് ഇൻ ദ 4 സ്റ്റേജസ് ഓഫ് ദി പാറ്റേൺ വി ഗെറ്റ് സീക്വൻസ് 3, 6, 12, 24, റൈറ്റ്? ഫസ്റ്റത്തേൽ 3, സെക്കൻഡ് 12, ദെൻ 12, ദെൻ ഇറ്റ് ഇസ് 6, 24. യെസ്, 3, 6, 12, 24 എന്ന് വരുന്നുണ്ട്, റൈറ്റ്? നമുക്കിതിനെ നമ്മുടെ 3യെ നമ്മൾ 3 തന്നെ എഴുതി, 6നെ നമ്മൾ 3+3 എന്ന് എഴുതി, ദെൻ 6+6 എന്ന് എഴുതി, 12നെ 24നെ 12+12 എന്ന് എഴുതി, റൈറ്റ്? ദെൻ ഇതിനെ നമുക്ക് വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് 3, 3 into 2, റൈറ്റ്? 3 into 2 ആണ്. ദെൻ 3 into 4, റൈറ്റ്? 6നെ നമുക്ക് 12നെ നമുക്ക് 3 into 4 എന്ന് എഴുതാം. സിമിലാർലി 24നെ 3 into 8 എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു 3 എല്ലായിടത്തും ഉണ്ട്. ദെൻ വരുന്ന ആള് 2 ആണ്. സെക്കൻഡ് ടേം മുതൽ 2 സ്റ്റാർട്ട് ചെയ്യുന്നു. 2, 4, 8. ഈ 2, 4, 8നെ നമുക്ക് 2^1, 2 സ്ക്വയർ, 2 ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് 2^1 എന്ന് പറയുന്നത് 2 ആണ്. ഇനീഷ്യലി വേണമെങ്കിൽ നമുക്ക് 2^0 എന്നും കൊടുക്കാം. 3 into 2^0, 2^0 1 ആണ്. എനി നമ്പർ റേസ് ടു 1 is 0 is 1. ഓക്കെ, എനി നമ്പർ x⁻0 എന്ന് പറയുന്നത് ഏത് നമ്പർ ആയിക്കോട്ടെ, പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ 3 into 2^1 എന്ന് സെക്കൻഡ് ടേമിന് എഴുതി, തേർഡ് ടേമിന് 2 സ്ക്വയർ എന്ന് എഴുതി, ഫോർത്ത് ടേമിന് 3 into 2 ക്യൂബ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മുടെ ഫോർമുല നമ്മൾ നേരത്തെ TN-ന്റെ എക്സ്പ്ലിസിറ്റ് ഫോർമുലയാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. വി ക്യാൻ റൈറ്റ് ദ nth ടേം ആസ് TN equal to 3^2n-1, റൈറ്റ്? ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 into 2^0 ആണ്. 2^0 എന്ന് പറഞ്ഞാൽ n-1 ആണ്, അതായത് ഫസ്റ്റ് ടേം 1 - 1 0 എന്ന് കിട്ടും. സെക്കൻഡ് ടേം 2^1 ആണ്. സോ 2 - 1 1 കിട്ടും. അപ്പോൾ നമുക്ക് ജനറലി വി ക്യാൻ സേ ദാറ്റ് T⁻n is equal to 3 into 2^n-1. ഇനി ഇത് നമ്മുടെ എക്സ്പ്ലിസിറ്റ് ഫോർമുലയാണ്, റിക്കേഴ്സീവ് ഫോർമുല. റിക്കേഴ്സീവ് ഫോർമുലയുടെ പ്രത്യേകത നമ്മുടെ ടേംസ് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും അവിടെ പറയാം, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് T1 equal to 3, ഫസ്റ്റ് ടേം നമ്മൾ എപ്പോഴും കൊടുക്കും. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ അത് നമ്മുടെ ടേം എത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ വരാം. യെസ്, Tn can be written as 2 into Tn-1, റൈറ്റ്? 2 into Tn-1, ഇവിടെ നമുക്ക് കിട്ടും. അത് 2 into Tn-1 ആണ് നമ്മുടെ എന്ത് വരിക? നമ്മുടെ റിക്കേഴ്സീവ് ഫോർമുല എന്ന് പറയുന്നത്. കാരണം T1 1 ആണ്. ദെൻ ഓരോ ടേമിനോടൊപ്പം 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3 ആണ്, സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി 2 into 3 ചെയ്താൽ മതി. അപ്പോൾ 6 കിട്ടി. 12 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 3 into 6 ചെയ്തു. അപ്പോൾ
2 ഇൻറ്റു ടി എൻ മൈനസ് 1 ആണ്. എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന 2ലാണ്, റൈറ്റ്? അതായത് നമ്മുടെ എൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ടേം സ്റ്റാർട്ട് ചെയ്യുന്ന റിക്കർസീവ് ഫോർമുലയിൽ സെക്കൻഡ് എന്നാണ്. ഓക്കെ. ഇൻ ജനറൽ എ ജി പി മേ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സീക്വൻസസ്. നമ്മുടെ ഈ ജി പി എ സീക്വൻസ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നാണ് ഇത് കാണിച്ചേക്കുന്നത്. യെസ്, ജി പി ക്യാൻ ബി റിട്ടൺ ആസ് AR square, AR cube and AR raised to n minus 1. R is the common ratio. നമ്മുടെ എ പിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് A plus D, A plus 2D, A plus 3D, etc. and A plus n minus 1 into D. അതാണ് നമ്മുടെ nth ടേം അവിടെ വന്നത്. സിമിലാർലി ഇവിടെ nth ടേം എന്ന് പറയുന്നത് A into R raised to n minus 1 ആണ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ എ പിയിലാണെങ്കിൽ nth ടേം എന്ന് പറയുന്നത് in AP, nth term is equal to A plus n minus 1 into D. D is the common difference and A is the first term. Yes, here in GP, Tn is equal to A into R raised to n minus 1. A is the first term, R is the common ratio. Okay, R is the common ratio. അപ്പോൾ AP യും GP യും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. യെസ്, ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Is 1, 2, 4, 8, 16 a geometric progression? Yes. If so, what is the common ratio? അപ്പോൾ ഇത് geometric progression ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. യെസ്, നമ്മൾ എ പിയിൽ D1 D2 കണ്ടുപിടിച്ചതുപോലെ ഇവിടെ നമ്മൾ എന്ത് R1 R2 R3 നമ്മൾ കണ്ടുപിടിക്കുക. R1 which is equal to second term by first term, A2 by A1 which is equal to 2 by 1 which is equal to 2 എന്ന് നമുക്ക് കിട്ടി, റൈറ്റ്? Then R2 is equal to A3 by A2, A3 by A2 which is equal to A3, that is 4 by 2 again which is equal to 2, right? Then R3 is equal to A4 by A3, A4 by A3, A4 which is 8 divided by 4, 8 by 4 which is 2 which is equal to again 2. Then last one is A4 is equal to A5 by A4, A5 by A4, A5 which is 16 divided by 8, again നമുക്ക് cancel ചെയ്തു, which is equal to 2 എന്ന് കിട്ടി, right? So here R1 equal to R2 equal to R3 equal to R4, that is ratio same ആണ്. Therefore 1, 2, 4, 8, 16 are in GP, etc. are in GP, right? are in GP. അപ്പോൾ എല്ലാം നമുക്ക് റേഷ്യോ സെയിം ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പറയാം 1, 2, 4, 8, 16 are in GP. The common ratio R is equal to R is equal to നമുക്ക് എത്ര കിട്ടി ഇവിടെ 2, right? So our common ratio is 2. Okay. Yes. Next, check whether the sequence 5, 15 by 4, 45 by 16, 135 by 64 is geometric progression and find its nth term. നമുക്ക് ഈ തന്നേക്കുന്നതൊരു geometric progression ആണോ എന്ന് ചെക്ക് ചെയ്യണം, right? Then find its nth term ആണ്. nth term കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമിലർ വേ നമ്മളിപ്പോൾ ചെയ്ത സെയിം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ് ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് R1 കണ്ടുപിടിക്കാം, ദെൻ R2 R3 കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ R1 R2 R3 സെയിം ആണെങ്കിൽ GP ആണ്, റൈറ്റ്? യെസ്. R1 which is equal to A2 by A1, our second term, A2 is 15 by 4 divided by 5 ആണ്. രണ്ട് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ആണ്, അത് നിങ്ങൾക്കറിയാം. എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 5നെ 1 എന്ന് എടുക്കുന്നു. അപ്പോൾ 15 by 4 ഇൻറ്റു 1 by 5 എന്ന് വരുന്നു നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ. സോ 15ഉം 5ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം, 3 which is equal to 3 by 4 എന്ന് നമുക്ക് കിട്ടും, right? First one. Then second, R2 is equal to A3 by A2
our A3 is 45 by 16. 45 divided by 16 whole divided by A2, that is 15 by 4. Again നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ അതുപോലെ 45 by 16 into denominator reciprocal, that is 4 by 15, right? So 45ഉം 15ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. 16ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 കിട്ടും, which is equal to again 3 by 4 എന്ന് കിട്ടും. യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് R3 ആണ്. R3 ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഇവിടെ രണ്ടെണ്ണം കിട്ടി, ഫൈൻ. എന്നാൽ R3 കണ്ടുപിടിക്കാം നമുക്ക്, ബിക്കോസ് 4 ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ A4 by A3 which is equal to 135 by 64 divided by 45 by 16, right? Our A3 is 45 by 16, which is equal to 135 by 64 into 16 by 45, right? നമുക്ക് ഇവിടെ സെയിം നമ്മൾ ചെയ്യുമ്പോൾ 64ഉം 16ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. 135ഉം 45ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. Again, which is 3 by 4. Here also R1 equal to R2 equal to R3, right? R1 equal to R2 equal to R3. Therefore, our term, that is 5, 15 by 4 and 45 by 16, then 135 by 64, etc. are in GP, right? Are in GP. അപ്പോൾ നമ്മുടെ ഇതും നമ്മുടെ GPയിലാണ്, റൈറ്റ്? സോ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ R എന്ന് പറയുന്നത് R is equal to 3 by 4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Tn, that is nth term. Tn is equal to, we know that Rn raised, so Arn minus 1, right? Tn is equal to A into R raised to n minus 1. Here A is our first term, which is 5, into R is 3 by 4 into, 3 by 4 raised to n minus 1. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, Tn is equal to 5 into 3 by 5 whole raised to n minus 1 ആണ്. നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് 3 raised to n minus 1 by 4 raised to n minus 1 എന്ന് എഴുതാം. വേണ്ട, ഇത് തന്നെ മതി കേട്ടോ. യെസ്. Then next, check whether the following sequence are geometric progressions and find their nth term. Again, നമുക്ക് ഇത് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. യെസ്, നമ്മുടെ geometric progressions ആണോ എന്ന് ചെക്ക് ചെയ്യണം, nth term കണ്ടുപിടിക്കണം, റൈറ്റ്? So yes, first sequence is 2, 10, 50, 250, right? Two, 10, 50, 150. First one is R1. R1 is equal to A2 by A1, right? A2 by A1, which is equal to R2. R2 equal to A3 by 2. Okay, നമുക്ക് R1 എടുക്കാം. A2 by A1, that is first sequence A2, that is 10 by 2, which is equal to 5, right? 5. Then R2, A3 by A2, that is 50 by 10, again, which is equal to 5. Then R3, that is 250 by 50, 250 by 50. So 0, 0 cancel, 5, 25, 5, which is equal to 5. So here again, R1 equal to R2 equal to R3, right? R1 equal to R2 equal to R3. R1 equal to R2 equal to R3. Therefore 2, 10, 50, 250, etc. are in GP, right? Are in GP. അങ്ങനെയാണെങ്കിൽ നമുക്ക് R, നമ്മുടെ കോമൺ റേഷ്യോ R is equal to എത്ര കിട്ടി? Just 5. Then nth term is equal to Tn.
which is equal to a into r raised to n minus 1, which is equal to a is 2 into 5 raised to n minus 1, right? 2 into 5 raised to n minus 1. This is our nth term. Okay. 2 into 5 ചെയ്യരുത് ട്ടോ. 2 into 5 n raised to minus 1 ആണ്. n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 5 raised to 0 വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 raised to minus 1 സെക്കൻഡ് ടേം ആയി. That is 2 into 5 10. Okay. Similarly അങ്ങനെ നമുക്ക് പോകും. അപ്പോൾ നമ്മുടെ nth term is 2 into 5 raised to n minus 1. Okay. Then നമ്മുടെ second question ആണ്, that is 4, 8 by 3, 60 by 9, 32 by 27. ഫ്രാക്ഷൻ ആണ്. അത് നമുക്ക് എ പിയിലാണോ നോക്കണം. ആണെങ്കിൽ nth term കണ്ടുപിടിക്കണം. Yes. Okay. A2, that is 8 by 3 by 4, right? A1, that is 4 ആണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. That is 8 by 3 into 1 by 4 is equal to 2 by 3. Okay, first ratio 2 by 3. Then A3 by A2, that is 16 by 9 divided by 8 by 3, which is equal to 16 by 9 into 3 by 8. Okay, 16 ഉം 8 ഉം ക്യാൻസൽ ചെയ്ത 2 കിട്ടും. 9 ഉം 3 ഉം 3. That is equal to 2 by 3. Again ratio same ആയി. Then last one, that is 32 by 27 divided by 16 by 9, which is equal to 32 by 27 into 9 by 16. Again 32 16 cancel ചെയ്ത് 2, 27 9 3, which is equal to 2 by 3. Again our R1 equal to R2 equal to R3, right? നമ്മുടെ മൂന്ന് റേഷ്യോയും സെയിം ആയി കിട്ടി. Therefore 4, 8 by 3, 16 by 9 and 32 by 27 are in GP. Okay. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സീക്വൻസ് തന്നതും ജി പിയിൽ തന്നെയാണ്. സോ അവർ കോമൺ റേഷ്യോ is equal to 2 by 3. nth term Tn is equal to a into r n minus 1, right? Tn is equal to a into r n minus 1, that is Tn is equal to a. A is 4 into r 2 by 3 the whole raised to n minus 1. Okay, 4 into 2 by 3 the whole raised to n minus 1. Okay, അപ്പോൾ നമ്മുടെ ജി പിയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ നമ്മുടെ കോമൺ റേഷ്യോ നമുക്കിവിടെ കോമൺ റേഷ്യോ ആണ്. എ പിയിൽ കോമൺ ഡിഫറൻസ് ആണ് വരിക, റൈറ്റ്? ഇവിടെ ടി എൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ആണ്. എ പിയിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് വരുന്നത്. എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീക്വൻസിൻ്റെ അടുത്തടുത്ത ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ജി പിയിൽ അടുത്തടുത്ത ടേംസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെ റേഷ്യോ ആണ്, അവിടെ ഡിഫറൻസ് ആണ്. ദെൻ ഫൺ വിത്ത് ഫ്രാക്ടൽസ്. ഇത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നിങ്ങൾ ഗണിത പ്രകാശിൽ പഠിച്ചതാണ്. ഫ്രാക്ടൽസ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ടൽസ് ആർ ഷേപ്സ് ഓർ പാറ്റേൺസ് ദാറ്റ് റിപ്പീറ്റ്സ് ദംസെൽസ് അറ്റ് ഡിഫറെൻറ്റ് സ്കെയിൽസ്. അതായത് ഡിഫറെൻറ്റ് സൈസിൽ റിപ്പീറ്റ് ചെയ്യുന്ന സെയിം പാറ്റേൺ ആണ് നമ്മൾ ഈ പറയുന്ന ഫ്രാക്ടൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷെർപെൻസ്കി ട്രയാങ്കിൾ, ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു സാധനമാണ് കേട്ടോ. We observe that the number of black triangles is 1, 3, 9, 27 in stages 0, 1, 2 and 3 respectively. മക്കളെ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഗണിത പ്രകാശിൽ പഠിച്ചതാണ്. ഈ ഫ്രാക്ടൽ ഷെർപെൻസ്കി ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന വേറൊന്നുമല്ല, ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു, അതിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് അടുത്തൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, റൈറ്റ്? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കളയും കേട്ടോ. നമ്മൾ ഈ സെൻറ്റർ പോർഷൻ കളഞ്ഞ് അങ്ങനെ ഓരോരോ പോർഷൻ, അതായത് ഇതിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ട്രയാങ്കിൾ വരച്ചു, അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കളഞ്ഞു. അനദർ അതിൻ്റെ ഒരു പാർട്ടിൽ കേട്ടോ, എന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് പോർഷനിൽ വീണ്ടും നമ്മൾ ഇതുപോലെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ സെൻറ്റർ പോർഷൻ കളയുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ ഇവിടെ 3 കോർണേഴ്സിലും നമ്മൾ വരയ്ക്കും, ഈ 3 ട്രയാങ്കിൾസിലും വരയ്ക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും 3 എന്നുള്ളത് 9 ആകുന്നു, റൈറ്റ്? 9 വൈറ്റ് ട്രയാങ്കിൾസ് ടോട്ടലി ഇവിടെ വരും. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും 9 എന്നുള്ളത് ഇവിടെ 9, ഈ പോർഷനിൽ മാത്രം 9 ആയി, ഇവിടെ 9, ഇവിടെ 9, 27. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ബ്ലാക്ക് അല്ല വൈറ്റ് ട്രയാങ്കിൾസ് ആണ് കേട്ടോ.
black color, white triangles is 1, 3, 9, 27. In fact, in every stage is അപ്പോൾ അവിടെ വൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ഇവിടെ നമുക്ക് okay. In fact, in every stage, each white triangle is replaced with 3 similar triangles at the next stage. സാർ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. ഒരു തവണ കഴിയുന്നതോറും എന്തെങ്കിലും ഈ വൈറ്റ് ട്രയാങ്കിളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. There is a number that previous. At stage 4 and 5, the number of triangles will be 81 and 253. നമുക്ക് നോക്കാം. Now that is sequence 1, 3, 9, 27, 81 are in GP. Is it? Right? ഒരു GP അല്ലേ? 3/1 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും, 9/3 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും, 27/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും, 81/27 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 തന്നെ ആയിരിക്കും. അപ്പോൾ കോമൺ റേഷ്യോ is 3 and the sequence can be written as 3/0, 3/1, 9 into 3 square, right? Sorry, 9 equal to 3 square. അങ്ങനെയാണ് പോവുക. സോ നമ്മുടെ TN എന്ന് പറയുന്ന nth ടേം, nth triangles, number of white triangles in the nth step is equal to, നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം ഇൻറ്റു, ദാറ്റ് ഇസ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a ഇൻറ്റു r⁻n-1 ആണ്. എയുടെ വാല്യൂ ഇവിടെ 3 തന്നെയാണ്, ആറും 3 ആണ്, n-1, റൈറ്റ്? n-1 which is equal to 3 into 3, that is 3 into n-1 plus 1 എന്ന് എഴുതും. കാരണം ഈ 3 നമുക്ക് എന്ത് a into a⁻m into a⁻n is equal to a⁻m plus n. നിങ്ങൾ എക്സ്പോണൻഷ്യലിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് പവേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ n-1 plus 1 ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി, which is equal to 3/n. So Tn, that is number of triangles in the nth stage in Sierpinski triangle is given by 3/n. Okay. Then what about the area? ഏരിയ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ 0 സ്റ്റേജ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ വൈറ്റ് ട്രയാങ്കിൾ. സെക്കൻഡ് സ്റ്റേജിൽ എന്തായിരിക്കും എന്ന് നോക്കിയേ, ആ ഹോൾ ട്രയാങ്കിളിന്റെ 4 പോർഷനായിട്ട് 4 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സെക്കൻഡ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിൽ 4 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ആ വലിയ ട്രയാങ്കിളിനെ പുതിയ ട്രയാങ്കിൾ ടോട്ടലി എത്ര ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും? ടോട്ടലി 4 പോർഷൻസ് ഉണ്ടാവും, റൈറ്റ്? അങ്ങനെയാണ് ഇവിടെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ വൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ടോട്ടൽ 4 പാർട്സിൽ 3 പാർട്സും വൈറ്റ് ട്രയാങ്കിൾ ആണ്, റൈറ്റ്? അപ്പോൾ സ്റ്റേജ് 1 3/4 ആണ്. ഇനി സെക്കൻഡ് പോർഷനിൽ വരുമ്പോൾ 3 into 3/4 വരുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ അഗെയിൻ ഇതുപോലെ തന്നെ നമുക്ക് വരുന്നുണ്ട് 3/4 into 3/4, റൈറ്റ്? ഫസ്റ്റത്തിൽ ഒരു 3/4 ഉണ്ട്, അഗെയിൻ ഒരു 3/4 ഉണ്ട്, അഗെയിൻ ഒരു 3/4 ഉണ്ട്, റൈറ്റ്? അപ്പോൾ അവിടുത്തെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ടോട്ടൽ 4 പോർഷൻസ് ഉണ്ട്. ഓരോ പോർഷനിലും എത്രയാണ് ഏരിയ? 3/4 ആണ് വരുന്നത്. അപ്പോൾ 3/4ന്റെ 3/4th പോർഷൻ അതാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. 3/4 എന്ന് പറയുന്നത് ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് വൈറ്റ് ട്രയാങ്കിൾസിന്റെ ഏരിയ 3/4 കിട്ടി. സിമിലർലി ഇവിടെ വരുമ്പോഴത്തേക്കും 3/4 ഓഫ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ, കാരണം ഓരോ പോർഷനിലും ഈ ട്രയാങ്കിളിന്റെ ഏരിയ വരുന്നത്. അങ്ങനെയാണ് 3/4 3/4 വന്നേക്കുന്നത് കേട്ടോ. വിച്ച് ഈക്വൽ 3² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ nth സ്റ്റേജിൽ ഏരിയ എന്ന് പറയുന്നത് 3/4n എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ 1 വന്നതുപോലെ nth സ്റ്റേജിൽ 3/4n എന്ന് വരും. ഓക്കെ, the explicit formula for the number of white triangles and the area of the white region at any stage is given by. explicit ഫോർമുലയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. explicit ഫോർമുല എന്ന് പറയുന്നത് Tn 3/n ഉം ഏരിയയുടെ കേസിൽ 3/4n ആണ് കേട്ടോ. സാർ ഇവിടെ SN എന്ന് കൊടുത്തതാണ്. എന്തിനാണ്? ഏരിയക്ക് SN എന്ന് കൊടുത്തത്. ദെൻ റിക്കർസീവ് റൂൾ എന്തായിരിക്കും? T1 equal to 1, Tn equal to 3 into T⁻n-4 or n greater than or equal to 2, right? Then S1 equal to 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രയാങ്കിൾ ടേം 1 എന്ന് പറയുന്നത്, സോറി, ഫസ്റ്റ് എത്ര ട്രയാങ്കിൾ ഉണ്ട്? സ്റ്റെപ്പ് 0യിലാണ് 1 ആണ്, റൈറ്റ്? സ്റ്റെപ്പ് 0യിൽ 1 ആണ് വരുന്നത്. ഇവിടെ T1 അല്ല 0 വരും കേട്ടോ. 0 സ്റ്റെപ്പിലാണ് വരിക. ദെൻ Tn equal to 3 into T⁻n-1 നമ്മൾ ടേം എന്നുള്ള തരത്തിലാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ടേം എന്നുള്ള തരത്തിലാണ് 1. അവിടെ സ്റ്റെപ്പിൽ 0 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫസ്റ്റ് 0 സ്റ്റെപ്പിൽ നമ്മുടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 1 ആണ്. അതാണ് നമ്മുടെ
ഏതാ ജി പിയിലെ ടേം എന്ന് പറയുന്നത് കേട്ടോ, T1. അപ്പോൾ T1. ദെൻ സെക്കൻഡ് ടേം നോക്കിയിട്ട് 3 × Tn-1 ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് സ്റ്റേജിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വിച്ച് ഇസ് 1 × 3. കാരണം ഷെർപ്പൻസി ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3 ആണ്. നമ്മുടെ ടേംസ് പറയുമ്പോൾ 1, 2, 3 നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഇവിടെ വന്നേക്കുന്നത്. ദെൻ സിമിലർലി നമുക്ക് മറ്റേതും ഇതുപോലെ തന്നെ എടുക്കാം. S1 × S1 എന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 3/4 × പ്രീവിയസ് ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റേജിലെയും എന്ത് കിട്ടും, ഏരിയയും നമുക്ക് കിട്ടും. ദിസ് ഇസ് റിക്കഴ്സീവ് റൂൾ. ദെൻ വിഷ്വലൈസിങ് GP. നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ AP നമ്മൾ വിഷ്വലൈസ് ചെയ്തു. AP എങ്ങനെയായിരിക്കും എന്നുള്ളത്. AP നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ GP എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓക്കെ, GP സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നേരത്തെ എടുത്തിട്ട് നമ്പർ ഓഫ് സ്ക്വയർസ് എന്ന് പറയുന്നത് 3 ആയിരുന്നു. ഇവിടെ വരുമ്പോൾ 3. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ 2, 6 ആണ്. ഇങ്ങനെയാണ് ഒരു കർവ് ആയിരിക്കും ഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ GPയുടെ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, കർവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ. ദെൻ APയുടെ ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഇസ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മയുണ്ടാക്കുക. നിങ്ങൾക്ക് 4 ഗ്രാഫ് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം വിച്ച് ഇസ് റെപ്രസെൻറ്റിങ് AP. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഏതാണോ അതാണ് AP, ആൻഡ് ഏതാണോ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തത് അത് GP. ഓക്കെ, then one question is here. A ball is dropped from a height of 24 feet above the ground. Each time the ball bounces up to 3/4 of its previous height. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഹൈറ്റിൽ നിന്ന് 3/4 ആണ് എന്ത് ചെയ്യുന്നത്, അത് ജമ്പ് ചെയ്യുന്നത്, ഓരോ തവണയും ബൗൺസ് ചെയ്യുന്നത്. റൈറ്റ്, നമ്മളൊരു ബൗൺസിങ് ബോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ആദ്യം അത് 3 ഹൈറ്റിൽ വരുമെങ്കിൽ പിന്നെ അടുത്ത് വീണ്ടും അത് കുറഞ്ഞു വരും. റൈറ്റ്, അങ്ങനെയാണ് 3/4 വെച്ചിട്ടാണ് അടുത്ത ഹൈറ്റ് വരുന്നത്. അതായത് 1/4 വെച്ച് കുറയുന്നു എന്നുള്ളത്. Can you write the sequence of numbers obtained from the height obtained by the ball in 5 successive bounces? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബൗൺസിൽ ഇനിഷ്യലി 24 ഫീറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ബൗൺസ് കഴിഞ്ഞിട്ടുള്ള ഹൈറ്റ് 24 × 3/4 എന്ന് പറയുന്നത് 0.75 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 18 ഫീറ്റ് എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ബൗൺസിൽ വിച്ച് ഇസ് 18, നമ്മുടെ പ്രീവിയസ് ടൈം 18 ആണ്. 18 × 0.75 13.5 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു കേട്ടോ, ഇറ്റ് ഇസ് ഈക്വൽ ടു 13.5 ഫീറ്റ് എന്നിട്ട് തേർഡ് ബൗൺസിൽ വരുമ്പോഴത്തേക്ക് 13.5 × 0.75 10.125 എന്ന് നമുക്ക് കിട്ടും. ദെൻ ഫോർത്ത് ബൗൺസിൽ പ്രീവിയസ് 10.125 ആണ് × 0.75 ദാറ്റ് ഇസ് 7. അങ്ങനെ നമുക്ക് ഫിഫ്ത്ത് ബൗൺസ് വരെ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ നമ്മുടെ സെക്കൻഡ് പാർട്ട്, ഹൗ മെനി ബൗൺസ് ആർ റിക്വയർഡ് ഫോർ ദി ബോൾ ടു റിമെയിൻ ബിലോ ഹൈറ്റ് ഓഫ് 1/6 ഓഫ് ദി ഒറിജിനൽ ഹൈറ്റ്. ഇപ്പോൾ ഒറിജിനൽ ഹൈറ്റ് 24ന്റെ 1/6 എത്തണം എത്രാമത്തെ ബൗൺസിൽ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 1/6 ഓഫ് 24 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4ന്റെ താഴെ എത്തുന്ന ബൗൺസ് എത്രയാണ് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഫിഫ്ത്ത് ബൗൺസിൽ നമുക്ക് കിട്ടിയേക്കുന്ന 5.695 ആണ്, വിച്ച് ഇസ് ഇൻ 0.75 ചെയ്യുമ്പോൾ 4.27 എത്തി. അത് നമ്മുടെ സിക്സ്ത് ബൗൺസിലാണ്. അപ്പോൾ സെവൻത് ബൗൺസ് എടുക്കുമ്പോൾ നമുക്ക് 3.20 കിട്ടി. ദാറ്റ് ഈസ് ആഫ്റ്റർ സെവൻത്ത് ബൗൺസ് it reaches a height below 4 feet. Okay, അപ്പോൾ ബിലോ 4 ഫീറ്റ് എത്തുന്നത് സെവൻത് ബൗൺസിന് ശേഷമാണ്. ഓക്കെ, അതാണ് ഈ കൊടുത്തേക്ക് സീക്വൻസ് ഹൈറ്റ്സ് ഫ്രം എ JP വിത്ത് A = 18, R = 0.74, 3/4. അതിൻ്റെ വാല്യൂസ് ആണ് 18, 13.5, 10.125 അങ്ങനെ നമ്മൾ പോകുന്നു. We see that after the seventh bounce the ball remains below 1/6 of the height at which it started. അപ്പോൾ ആഫ്റ്റർ സെവൻത്ത് ബൗൺസിൽ നമ്മുടെ ഇനിഷ്യൽ ഹൈറ്റിൻ്റെ 1/6 ആവുന്നു. ദെൻ ഫൈൻഡ് ദി 12th ടേം ഓഫ് എ JP വിത്ത് എ കോമൺ റേഷ്യോ 2 ഹൂസ് 8th ടേം ഇസ് 192 ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്താണ് 8th ടേം ആണ്. റൈറ്റ്, നമുക്കറിയാം Tn is equal to A × R⁻n−1. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് T8 is equal to 192, right? T8 എന്തായിരിക്കും? A × R common ratio 2⁻n−1, that is 8−1, which is equal to 192, which implies A × 2⁷7 is equal to 192, right? A × 2⁷7 equal to 192, which implies A is equal to 192/2⁷7 എന്ന് വരും. റൈറ്റ്, A is equal to 192/2⁷7 എന്ന് നമുക്ക് കിട്ടും. നമുക്കിതിനെ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതി, നിങ്ങൾ ആ വാല്യൂ കണ്ടുപിടിക്കാൻ നിൽക്കണമെന്നില്ല കേട്ടോ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 12th ടേം T12 is equal to T12 എന്തായിരിക്കും? A ×
r raised to 12 minus 1. അതിൽ നമുക്ക് r എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നിട്ടുണ്ട്, റൈറ്റ്? 2 which is equal to a into എയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 192 by 2 raised to 7 which into 2 raised to 12 minus 1, that is 2 raised to 11, right? That is, നിങ്ങൾക്കറിയാം a raised to m by a raised to n which is equal to a raised to m minus n. Okay, a raised to m by a raised to n equal to a raised to m minus n ആണ്. Similarly നമുക്ക് ഇവിടെ എഴുതാം 192 into 2 raised to 11 by 2 raised to 7 എന്ന് എഴുതാം, which is equal to 192 into 2 raised to 11 minus 7 എന്ന് എഴുതാം. ഈ ടേമിനെ നമ്മൾ a raised to m by a raised to n എന്ന ഫോമിലേക്ക് മാറ്റി. സോ 2 raised to 11 minus 7 which is equal to 192 into 11 minus 7 which is 2 raised to 4, right? 2 raised to 4 which is equal to 192 into 2 raised to 4 which is 16 which is equal to എത്ര വരും? 192 into 16 3072 എന്ന് കിട്ടും കേട്ടോ. 3072. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തേ? നമ്മൾ ഫസ്റ്റ് നമുക്ക് 8th ടേം തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് we know that nth term of an GP is a into r raised to n minus 1. So given T8 equal to 192. T8 can be written as a into 2 raised to 8 minus 1 which is equal to 192. A into 2 raised to 7 equal to 192. From this a is equal to 192 by 2 raised to 7 and we can stop here. Okay. ഇത് ഇവിടെ നിർത്താം. എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാത്തതുകൊണ്ടാണ് കേട്ടോ. യെസ്, ഇത്രയും നിർത്തി. Then T12, we need to find out T12. T12 equal to a into 2 raised to 12 minus 1. 2 is the common ratio. So a is 192 by 2 raised to 7 into common ratio, that is 2 into 11 and നമുക്ക് കിട്ടി. So we know that 2 raised to 11 by 2 raised to 7 can be written as 2 into 11 minus 7. So 182 into 2 raised to 11 minus 7, that is 192 into 2 raised to 4. This is 192 into 16 which is equal to 3072 എന്ന് നമുക്ക് കിട്ടും. Okay. Then next, find the 10th and nth terms of the GP 525 125. അപ്പോൾ we need to find out 10th term and nth term. So first we need to find out the common ratio. നമുക്ക് GP ആണെന്ന് തന്നിട്ടുണ്ട്. സോ റേഷ്യോ കണ്ടുപിടിക്കാൻ a2 minus a1 മാത്രം മതി. ഓക്കെ, ചെക്ക് ചെയ്യാനൊന്നും പോകണ്ട. So our ratio, common ratio R is equal to A2 by A1 which is equal to 25 by 5 which is equal to 5, right? അപ്പോൾ നമ്മുടെ റേഷ്യോ 5 എന്ന് നമുക്ക് കിട്ടി. 125 by 25 ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരിക. ഓക്കെ, then we need to find out T10, right? T10 is equal to A into R raised to n minus 1 ആണ്, that is 10 minus 1, right? Which is equal to A, which is 5 into ratio, common ratio R is 5 and 10 minus 1 which is 9 which is equal to 5 raised to 10 and നമുക്ക് കിട്ടും, right? 5 raised to 10. So our Tn is equal to A into R raised to n minus 1 which is equal to 5 into 5 raised to n minus 1. നമുക്ക് നേരത്തെ ഇവിടെ രണ്ട് സെയിം ആണ്, 5 into 5 ആണ്, that is 5 into n minus 1 plus 1 which is equal to 5 raised to n. നമ്മൾ നേരത്തെ എഴുതിയ പ്രോപ്പർട്ടിയാണ് a raised to m into a raised to n which is equal to a raised to m plus n. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ 5 raised to n ആണ്. നമുക്ക് Tn കണ്ടുപിടിച്ചും T10 കണ്ടുപിടിക്കാം കേട്ടോ. സോ T10 can be written as 5 raised to 10. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇങ്ങനെ എഴുതി നിർത്തിയാൽ മതി. Then, okay, next. Which term of the GP 2 raised to 618 is 4374? Write the explicit formula as well as recursive formula for the nth term. അപ്പോൾ ഇതിൻ്റെ എത്രാമത്തെ ടേം ആണ് 4374 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? ഓക്കെ, അപ്പോൾ Tn, we know that Tn is equal to, നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? 4374 ആണ് തന്നേക്കുന്നത്. എത്രാമത്തെ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4374, right? Here R is equal to
6 by 2, a2 by a1, a2 by a1 which is equal to 6 by 2 which is equal to 3 എന്ന് നമുക്ക് കിട്ടും, റൈറ്റ്. അപ്പോൾ Tn in a formula we know that nth term, that is a into r raised to n minus 1 which is equal to 4374, right. Here a is 2 into r we get 3 into n minus 1 which is equal to 4374. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഉണ്ട്, 2 ഇൻറ്റു ആണ്. സോ ഈ 2ഉം ഇവിടത്തെ ഇത് നമ്മുടെ ഇതും എന്താണ് ഈവൻ നമ്പർ ആണ്. സോ നമുക്ക് എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് 3 raised to n minus 1 is equal to 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഹിയർ ഇറ്റ് ഇസ് 2, 3ലാകുമ്പോൾ 1 ടൈം ആണ്, ദെൻ 17 വരെ, 17ൽ 8 ടൈംസ് ആണ്, ദെൻ 14 ദാറ്റ് ഈസ് 7, 2187 എന്ന് നമുക്ക് കിട്ടും. യെസ്, ദാറ്റ് ഇസ് 3 raised to n minus 1 equal to 2187. അപ്പോൾ 2187 3യുടെ എത്രാമത്തെ പവർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. യെസ്, അപ്പോൾ എത്രാമത്തെ പവർ എന്നാണ്? 2187 ആണ്. വി നോ ദാറ്റ് 3 cube is equal to 27. യെസ്, 3 square equal to എത്രയാണ്? 3 square equal to 9, 3 cube equal to 27. അപ്പോൾ നമുക്ക് 27 into 27 ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് 3 cube into 3 cube which is equal to 3 raised to 6 വരും, which is equal to എത്രയാണ് നോക്കാം? 27 into 27, 7 into 7 that is 9 ആണ് വരിക, റൈറ്റ്. 9 ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ 9 ആണ് കിട്ടിയേക്കുന്നത്, 3യുടെ ഏതോ ഒരു പവർ ആണ്. സോ ഇതിനേക്കാൾ വലുതാണോ ചെറുതാണോ നമുക്ക് അറിയേണ്ടി വരും. ഓക്കെ, സോ നോക്കാം. 9, 7 into 7, 49, 9, 4, 7 into 2, 14, 14 into 4, sorry, 14 plus 4, 18, 7 into 2, which is 4, 2 into 2, 4, 4 plus 1, 5, 9, 8, 4, 12, 7, 729 ആണ്. സോ ഇതിനേക്കാൾ ഹയറിലേക്ക് പോകണം, റൈറ്റ്. 729 into 3 ചെയ്താൽ മതിയാവും, കാരണം 9 into 3 7 ആണ്. നെക്സ്റ്റ് that is which is 729, then 3 raised to 7 നമുക്ക് നോക്കാം. this into 3 ചെയ്യാം. 9 into 3 7, 3 into 2 6, 7 into 3 21. so we will get, sorry, 9 into 3 27, 3 into 2 6 plus 8 28 is equal to 3 raised to 7 is equal to 2187. അപ്പോൾ നമ്മളിവിടെ സാറ് ചെയ്ത് വേറൊന്നുമല്ല, അറിയാവുന്നൊരു പവറിന് അടുത്തേക്ക് ഉണ്ട്. 3 raised to 3 നമുക്കറിയാം, 3 raised to 6 നമുക്ക് എടുത്തു നോക്കാം. 729, കാരണം 27 into 27 എന്തായാലും അറൗണ്ട് എവിടെ വരണം? ബിലോ 9000 ആയിരിക്കും, സോറി 900 ആയിരിക്കും, കാരണം 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9100 ആണ്. സോ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണം. സോ നെക്സ്റ്റ് ഒരു നമ്പർ കൂടി നമ്മളെടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 3 raised to 7 is equal to 2187. So 3 raised to n minus 1 which is equal to 2187 പകരം നമുക്ക് എന്ത് ചെയ്യാം? 3 raised to 7 എഴുതാം, റൈറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 ആണ് നമ്മുടെ ബേസ്, പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് n minus 1 is equal to 7 എന്ന് എഴുതാം. ഫ്രം ദിസ് n is equal to 8. Therefore n equal to 8 എന്ന് കിട്ടും. That is 8th term of the GP is 8th term of this GP is 4374. അപ്പോൾ നമ്മുടെ 8th ടേം ആണ് നമുക്ക് 4374 ആയിട്ട് കിട്ടുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്തു? നമ്മൾ അവിടെ AP നമ്മൾ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ, എത്രാമത്തെ ആണെന്നും അറിയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? nth ടേം നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഹിയർ അത് തന്നെ Tn ഈക്വൽ ടു ആ ടേം എന്ന് എടുത്തു. ദെൻ Tn എന്ന് പറയുന്നത് nth ടേം a raised to n minus 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4374. പിന്നെ സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 3 raised to n minus 1 ഈക്വൽ ടു നമ്പർ കിട്ടും. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3ന്റെ പവറിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ബേസ് 3 ആയതുകൊണ്ട് 3യുടെ പവർ, 2 ആയിരുന്നെങ്കിൽ 2ന്റെ പവർ. ഓക്കെ, അപ്പോൾ 3യുടെ പവറിൽ മാറ്റുമ്പോൾ 3 raised to n minus 1 ഈക്വൽ ടു 3 raised to 7 എന്ന് കിട്ടും. ദെൻ വി ക്യാൻ ഇക്വേറ്റ് ദി പവേഴ്സ്. n minus 1 ഈക്വൽ ടു 7, therefore n ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പ്ലിസിറ്റ് റൂൾ ആണ്. എക്സ്പ്ലിസിറ്റ് റൂൾ, ദാറ്റ് ഇസ് t raised to
സോറി nth ടേം. എക്സ്പ്ലിസിറ്റ് റൂൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ nth ടേം എന്ന് പറയുന്നത്, റൈറ്റ്? nth ടേം അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് റൂൾ. എക്സ്പ്ലിസിറ്റ് റൂൾ, that is n rule for nth term, right? Nth term is equal to t raised to n, which is equal to a into r raised to n minus 1, that is t n is equal to a is 2, is right? Our a is 2 into our r is 3 raised to n minus 1. അപ്പോൾ നമ്മുടെ nth term കിട്ടി, that is 2 into 3 raised to n minus 1 for explicit formula. For recursive rule എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? റിക്കഴ്സീവ് റൂള് രണ്ട് ടേംസ് തമ്മിലുള്ള റിലേഷൻ ആണ്. സോ ഇവിടെ 2 6 18 ആണ്, 2 16 18 എക്സെട്ര ആണ് പോവുക. അപ്പോൾ നമുക്ക് 16 എങ്ങനെ എഴുതാം? യെസ്, sorry 16 അല്ല 2 6 ആണ്, റൈറ്റ്? 2 6. ഓക്കെ, സോ 2 then 3 into 2 then 3 into 6 etc, റൈറ്റ്? നമുക്ക് 2നെ 2 എന്ന് എഴുതി, then സെക്കൻഡ് ടേം ദാറ്റ് ഇസ് 3 into 2 എന്ന് എഴുതി, then തേർഡ് ടേം 3 into 6 എന്ന് എഴുതി. ദാറ്റ് ഇസ് ഈ ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രീവിയസ് ടേം ആണ്. 3 into t1, then 6 എന്ന് പറയുന്നത് t2 ആണ്, റൈറ്റ്? 3 into t1. സോ നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റി എഴുതാം? നമ്മുടെ റിക്കഴ്സീവ് ഫോർമുല പ്രീവിയസ് ടേം നമുക്ക് കിട്ടി, ഏതാണ്? t1. 3 into t1 എന്ന് കിട്ടി നമ്മുടെ സെക്കൻഡ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. t1 is equal to 2, then tn can be written as that. t2 എന്ന് പറയുന്നത് 3 into t1 ആണ്. അപ്പോൾ tn എന്ന് പറയുന്നത് 3 into tn minus 1, right? Here n greater than or equal to 2. അപ്പോൾ n സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ലാണ്. t3 എന്ന് പറയുന്നത് 3 into t2 ആണ്. സിമിലർലി tn can be written as 3 into tn minus 1. ഓക്കെ, അപ്പോൾ t1 എന്ന് പറയുന്നത് നമുക്കിവിടെ 2 ആണ്, നമ്മുടെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ tn രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ 3 into 2 that is 6. then t3 കണ്ടുപിടിക്കാൻ വേണ്ടി 3 into t2 that is 3 into 6 18 എന്ന് കിട്ടും. n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ദിസ് ഇസ് റിക്കഴ്സീവ് റൂൾ ആൻഡ് ദിസ് ഇസ് എക്സ്പ്ലിസിറ്റീവ് റൂൾ. എക്സ്പ്ലിസിറ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ nth ടേം അങ്ങ് കണ്ടുപിടിക്കുക. റിക്കഴ്സീവ് റൂൾ വരുമ്പോൾ തൊട്ട് മുന്നത്തെ ടേമുമായിട്ട് എന്ത് റിലേഷൻ ആണെന്നുള്ളത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ പാർട്ട് 1-ലെ ഗണിതം പാർട്ട് 1-ലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ 8th ചാപ്റ്ററായ പ്രെഡിക്റ്റിംഗ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സീക്വൻസ് GP AP ഒക്കെ പഠിച്ചു. APയും GPയും ആ ഡിഫറൻസ് അറിഞ്ഞു വേണം പഠിക്കാൻ. AP എന്ന് പറയുമ്പോൾ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസിനെയാണ് പറയുക. അപ്പോൾ രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ഫിക്സഡ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദെൻ അത് AP ആണ്. ആൻഡ് രണ്ട് ടേംസിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് GP ആണ്. അപ്പോൾ AP GP ചെക്ക് ചെയ്യാൻ ചോദിച്ചാലും ടേംസ് ആണോ എന്ന് ചോദിച്ചാലും അതിനനുസരിച്ച് തന്നെ ചെയ്യാം. ബാക്കിയൊക്കെ സിമിലർ തന്നെയാണ്. ടേം ആണോ നോക്കാൻ വേണ്ടിയിട്ട് nth ടേമിന് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തത്, APയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ റിക്കർസീവ് ഫോർമുല, എക്സ്പ്ലിസിറ്റ് ഫോർമുല എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 2 root 2 4 is 128? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു എന്താണ് GP തന്നിട്ടുണ്ട്. 2 root 2 4 is 128. 128 എത്രാമത്തെ ടേം ആണെന്നാണ് നോക്കേണ്ടത്, റൈറ്റ്? സോ അവർ a എന്ന് പറയുന്നത് 2 ആണ്, a equal to 2. then റേഷ്യോ, കോമൺ റേഷ്യോ 2 root 2 by 2 which is equal to 2 cancel, root 2 ആണ് നമ്മുടെ കോമൺ റേഷ്യോ വന്നേക്കുന്നത്, റൈറ്റ്? യെസ്. then നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്രാമത്തെ ടേം എന്നാണ്. ദാറ്റ് ഇസ് ഗിവൺ ദാറ്റ് tn equal to 128, right? which implies tn, that is a into r raised to n minus 1, which is equal to 128, which implies a എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് and r എന്ന് പറയുന്ന root 2 the whole raised to n minus 1, which is equal to 128.
സോ 128 2ന്റെ എത്രാമത്തെ പവർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്താ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര വരും? വിച്ച് ഇംപ്ലൈസ് √2 the whole raised to n minus 1 which is equal to 128/2 that is 64 എന്ന് നമുക്ക് കിട്ടും. റൈറ്റ്, 128ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 64 എന്നിട്ട്. ഇനി √2 എന്ന് പറയുന്നത് √2 is equal to 2 raised to 1/2. റൈറ്റ്, √2 equal to 2 raised to 1/2. അപ്പോൾ നമുക്ക് ഈ √2നെ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് √2 can be written as 2 raised to 1/2 the whole raised to n minus 1 which is equal to 64 can be written as 2 raised to 4. Right, 64, that is 4 into 4 is 6. Sorry, 2 raised to 4 അല്ല, 2 raised to 6. That is 2 cube is 8. 8 into 8 64. Okay, so 2 raised to 6 and 2 raised to half into n minus 1. Okay, raised to ആണ്, that is a raised to m the whole raised to n which is equal to a raised to mn. കേട്ടോ, a raised to mn ഈ ഫോമിലേക്ക് നമ്മൾ മാറ്റുകയാണ്. that is 2 the whole raised to 1/2 into n minus 1 which is equal to 2 raised to 6. അപ്പോൾ നമ്മുടെ 2ന്റെ സിംഗിൾ പവറിലേക്ക് മാറി. that is we can equate that is നമുക്ക് equate ചെയ്യാൻ powers. that is 1/2 into n minus 1 which is equal to 6. right, from this n minus 1 is equal to 2 into 6 which is 12 എന്ന് കിട്ടും. from this n equal to 13. right, n equal to 13. that is ഈ നെഗറ്റീവ് 1 ഇപ്പുറത്ത് വന്നു, 12 plus 1 13. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 13 കിട്ടി. അപ്പോൾ ഇതൊന്ന് ഓർത്ത് നോക്കി, a raised to m the whole raised to n equal to a raised to mn and √2 can be written as 2 raised to 1/2. അതാണ് ഇവിടെ ചെയ്ത് 2 raised to 1/2 the whole raised to n minus 1 ആണ്. that can be written as 1/2 into n minus 1. then we can equate the powers of 2. അപ്പോൾ half of n minus 1 equal to 6, that is n minus 1 equal to 12, then n equal to 13 എന്ന് നമുക്ക് കിട്ടും. therefore 13th term of 2 √2 4 etc is 128. അപ്പോൾ ഈ GPയുടെ 13th term എന്ന് പറയുന്നതാണ് 128. ഓക്കെ, അപ്പോൾ 13th term of 2 √2 4 is 128. അപ്പോൾ എത്രാമത്തേന്നാണ് നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ്, √2 ആണ് ഇവിടെ വന്ന. √2ന് നമ്മൾ 2 to the power 1/2 എന്ന് എഴുതിയിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.